ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പെണ്ണ് കേസിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേശ് പിഷാരടി, ഇർഷാദ് അലി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. നവാഗതനായ ഫെബിൻ സിദ്ധാർത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നാടെങ്ങും നടന്ന വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയായാണ് നിഖില ചിത്രത്തിലെത്തുന്നത്. ഇവള് പറ്റിച്ച് കടന്നു കളഞ്ഞ സ്ഥലങ്ങൾ നോക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മൊത്തം റൂറൽ ഏരിയാസ്. ഇവനൊക്കെ ഇത് എവിടുന്നടേ? ഇതെല്ലാം ഇത് ഒറ്റക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. സാറേ, സാറ് മാന്യനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനല്ലേ. സാർ ഇതിൽ മാന്യമായിട്ടൊരു തീരുമാനം എടുക്കണം. പുതുമുഖ ബാലതാരം ആദികേശവൻ പ്രധാന കഥാപാത്രമാകുന്ന അജിത് പൂജപ്പുര തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിദ്ധു എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വെച്ചാണ് അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. ബാലതാരം ഷിയാര ഫാത്തിമ, ഹോളിവുഡ് താരം സിറിയ കാലഞ്ചേരി, ജോയ് മാത്യു, ജാഫർ ഇടുക്കി, ബാലാജി ശർമ്മ, അരിസ്റ്റോ സുരേഷ് തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ആലഞ്ചേരി സിനിമാസ്, അബിൻ എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറിൽ ഡോക്ടർ അബിൻ പാലോട്, സിറിയ കാലഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന മാ വന്ദേ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി എം ആണ് നിർമ്മിക്കുന്നത്. ക്രാന്തികുമാർ CH ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ ബോളിവുഡ് താരം രവീണ ടണ്ടൻ നിർണായക വേഷത്തിലെത്തും. മോദിയുടെ അമ്മയായ ഹീരാബെൻ എന്ന കഥാപാത്രത്തെയാണ് രവീണ അവതരിപ്പിക്കുന്നതെന്നാണ് സൂചനകൾ. നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതുവരെയുള്ള സംഭവ ബഹുലമായ ജീവിതമാണ് മാ വന്ദയുടെ ഇതിവൃത്തം. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനുമായി ദിലീപ് ചിത്രം ഭയഭക്തി ബഹുമാനം ഭ ഭ ഭ 7.2 കോടി ആണ് ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും നേടിയത്. ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണത്. ഒടിയൻ, KGF 2, ലിയോ, എമ്പുരാൻ, കൂലി എന്നിവയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മറ്റ് ചിത്രങ്ങൾ. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. ജനപ്രിയ വെബ് സീരീസായ കണിമംഗലം കോവിലകം സിനിമയാകുന്നു. സിനിമയിലെ പ്രൊമോ ഗാനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. തീപ്പോരി ബെന്നി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ രാജേഷ് മോഹൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുൻപേ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. 2026 ജനുവരി മാസത്തിൽ തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോ ഗാനം മലയാള സിനിമയുടെ പ്രിയതാരം ബേസിൽ ജോസഫാണ് പുറത്തുവിട്ടത്. സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റാണ് പ്രൊമോ ഗാനം ആലപിച്ചിരിക്കുന്നത്. അടിപൊളിയുയരണ തലമുറകൾ അടിമുടി മറിയണ കാലം മുതലുകൾ അനവധി കയ്യേല് വരണൊരു ശുഭനേരം. പല പല ബിരുദുകളിന് നിറയും മനസ്സിലെ വിളവിന്റെ ലേലം. കൊല്ലം കൂട്ടിക്കടയിലെ വ്യവസായ സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകട ഭീഷണിയിൽ. 60 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച കൈത്തറി നെയ്ത്ത് സംഘത്തിന്റെ കെട്ടിടമാണിന്ന് ഇഴജന്തുക്കൾ